ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്കായി പുതുവത്സര ഓഫറുമായി BSNL 251 രൂപയുടെ പ്രത്യേക ന്യൂ ഇയർ പ്ലാനാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഡേറ്റയും വോയിസ് കോൾ സൗകര്യവും മാത്രമല്ല, വിനോദവും ഒരുമിച്ച് ഉൾക്കൊള്ളുന്നതാണ് ഈ പരിമിതകാല ഓഫർ. 251 രൂപയുടെ ന്യൂ ഇയർ പ്ലാൻ 30 ദിവസത്തെ കാലാവധിയാണുള്ളത്. ഉപഭോക്താക്കൾക്ക് 100 GB ഹൈസ്പീഡ് ഡേറ്റയും പരിധിയില്ലാത്ത വോയിസ് കോൾ സൗകര്യവും ഇതിലൂടെ ലഭിക്കും. ഡേറ്റ ഉപയോഗത്തിനൊപ്പം വിനോദം ഉറപ്പാക്കുന്ന പ്രത്യേകതകളും പ്ലാനിലുണ്ട്. പ്രീമിയം ഓപ്ഷനുകൾ ഉൾപ്പെടെ 400-ലധികം ലൈവ് ടി ചാനലുകൾ ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. കൂടാതെ സിനിമകൾ, സീരീസുകൾ, ഷോകൾ, സ്പോർട്സ് മത്സരങ്ങൾ എന്നിവ കാണാൻ കഴിയുന്ന 23 വിനോദ ആപ്പുകളിലേക്കുള്ള സൗജന്യ പ്രവേശനവും നൽകുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലൈവ് തുടങ്ങിയ ജനപ്രിയ OTT പ്ലാറ്റ്ഫോമുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഏതൊരു സാധാരണ റീചാർജിനെയും സമ്പൂർണ്ണ വിനോദ അനുഭവമാക്കി മാറ്റുകയാണ് ഈ പ്ലാനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് BSNL വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 2026 പുതിയ ഉപകരണങ്ങളുടെ വൻനിര വിപണിയിൽ എത്തിക്കാൻ ആപ്പിൾ തയ്യാറെടുക്കുന്നു. ഫോൾഡബിൾ ഐഫോണും OLED മാക്ബുക്കും പ്രോയും ഇതിൽ ഉൾപ്പെടുമെന്നും റിപ്പോർട്ട്. 2026 ആപ്പിൾ ബ്രാൻഡ് തന്നെ വിപണിയിൽ മികവ് പുലർത്തുമെന്ന് റിപ്പോർട്ട്. ചിലത് നിലവിലുള്ള ഉപകരണങ്ങളുടെ അപ്ഡേറ്റുകളും മറ്റു ചിലത് പുത്തൻ ലോഞ്ചുകളുമാണ്. ഐഫോൺ ഫോൾഡ് പോലുള്ള ഫോൾഡബിൾ ഐഫോണും ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ്. 2026 ആപ്പിൾ അവതരിപ്പിക്കാൻ പോകുന്ന ഉപകരണങ്ങളുടെ നിരയിൽ OLED മാക്ബുക്ക് പ്രോ, പുതിയ സ്റ്റുഡിയോ ഡിസ്പ്ലേ, ഹോം ഹബ്ബ്, ഫോൾഡബിൾ ഐഫോൺ, പുതിയ എൻട്രി ലെവൽ മാക്ബുക്ക് എന്നിവ ഉൾപ്പെടുമെന്ന് റിപ്പോർട്ട്. 7-ഇഞ്ച് ഡിസ്പ്ലേ, ബിൽറ്റ് ഇൻ ക്യാമറ, സ്പീക്കറുകൾ എന്നിവയോടുകൂടിയ ഹോം പാഡ് സ്റ്റൈൽ ഹബ്ബ് അവതരിപ്പിക്കാനാണ് ആപ്പിൾ പദ്ധതിയിടുന്നത്. പുതിയ ഹോം OS ഇന്റർഫേസ്, ഫേസ് ടൈം പോലുള്ള ഐഫോൺ സവിശേഷതകൾ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പുതിയ ഡിവൈസ് A18 ചിപ്പ് ഉപയോഗിച്ചുള്ളതായിരിക്കും. 2026 മോഡൽ മാക്ബുക്ക് പ്രോ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൊണ്ടുവരും. പുതിയ M6 ചിപ്പുകൾ, കനം കുറഞ്ഞ ബോഡി, ഭാരം കുറഞ്ഞ രൂപകൽപ്പന എന്നിവയുടെ മാക്ബുക്ക് പ്രോ പുതിയ തലമുറയിലെത്തും. ഐഫോൺ എയറിന് പിന്നാലെ മാക്ബുക്ക് സ്റ്റൈൽ ഫോൾഡബിൾ ഐഫോണിന്റെ വരവാണ് പ്രതീക്ഷിക്കുന്നത്. 7.8 ഇഞ്ച് ഇന്നർ ഡിസ്പ്ലേ, 5.5 ഇഞ്ച് പുറം ഡിസ്പ്ലേ എന്നിവ ഉൾപ്പെടുന്നു. 13 ഇഞ്ച് എൻട്രി ലെവൽ മാക്ബുക്ക് 2026 അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള ആൻഡ്രോയിഡ് ഉപഭോക്താക്കളിൽ 60% പേരും പഴയ ആൻഡ്രോയിഡ് പതിപ്പുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തൽ. 100 കോടി ഉപയോക്താക്കൾ അപകടത്തിലെന്നും സർവേ റിപ്പോർട്ട്. ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പലരും സ്മാർട്ട് ഫോണിലെ ഒരു നിർണായക ഘടകമായ സോഫ്റ്റ്വെയർ സപ്പോർട്ടിനെക്കുറിച്ച് അത്രയധികം ശ്രദ്ധിക്കാറില്ല. എന്നാൽ വിലയും ഫീച്ചറുകളും പോലെ തന്നെ ഇതും വളരെ പ്രാധാന്യമുള്ളതാണ്. ആഗോള ആൻഡ്രോയിഡ് ഉപയോക്താക്കളിൽ 60%-ലധികം പേരും ഇപ്പോഴും പഴയ ആൻഡ്രോയിഡ് പതിപ്പുകൾ, അതായത് ആൻഡ്രോയിഡ് 13 അല്ലെങ്കിൽ അതിനു മുമ്പുള്ളതുപോലെയുള്ളത് ഉപയോഗിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഏകദേശം 1 ബില്യൺ ആളുകൾ ഗൂഗിളിൽ നിന്ന് പുതിയ സുരക്ഷാ പാച്ചുകളോ പരിരക്ഷകളോ ലഭിക്കാത്ത ഡിവൈസുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് ഗുരുതരമായ സൈബർ ഭീഷണി ഉയർത്തുന്നു. ഹാക്കർമാർ ഫോണിലേക്ക് നുഴഞ്ഞുകയറാൻ ഓരോ ദിവസവും പുതിയ വഴികൾ കണ്ടെത്തുന്നു. അതുകൊണ്ടുതന്നെ സുരക്ഷാ അപ്ഡേറ്റുകളുടെ അഭാവം നിങ്ങളുടെ ഡാറ്റ കവരാൻ സാധിക്കുന്ന വിധത്തിൽ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുവെന്ന് സിംബീരിയത്തിന്റെ 2025 ഗ്ലോബൽ മൊബൈൽ ത്രെറ്റ് റിപ്പോർട്ട് പറയുന്നു. 2025 ഡിസംബറിൽ ആൻഡ്രോയിഡിലെ 107 അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള അപ്ഡേറ്റുകൾ ഗൂഗിൾ പുറത്തിറക്കിയിരുന്നു. ഈ 107 അപകട സാധ്യതകളിൽ 40% ഫോണിന്റെ നിയന്ത്രണം മറ്റൊരാൾ കൈക്കലാക്കുന്നതുൾപ്പെടെ അങ്ങേയറ്റം അപകടകരമായിരുന്നു. എന്നാൽ പഴയ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ സുരക്ഷാ അപ്ഡേറ്റുകൾ ലഭിച്ചില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.